അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 13 ശനിയാഴ്ച. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 1711 പേജുള്ള വിധിപ്പകർപ്പ് പുറത്ത്. കേസിൽ ഗൂഢാലോചന നടന്നതിന് തെളിവ് അപര്യാപ്തമാണെന്നും 8ാം പ്രതിയായ ദിലീപ് പണം നൽകിയതിന് തെളിവില്ലെന്നും വിധി ഉത്തരവിൽ പറയുന്നു. തെളിവില്ലെങ്കിലും അറസ്റ്റ് അന്യായമല്ലെന്നും അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിന്റെ അറസ്റ്റ്. എന്നാൽ ദിലീപ് പൾസർ സുനിക്ക് പണം നൽകി, ഒരു കൊട്ടേഷനായി ഈ കൃത്യം നിർവഹിച്ചു തുടങ്ങിയ പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കോടതി പൂർണ്ണമായും നിരാകരിച്ചു. ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഉയർത്തിയ തെളിവുകളെല്ലാം കോടതി തള്ളിക്കളഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. വോട്ടെണ്ണൽ രാവിലെ 8-ന് ആരംഭിക്കും. ആദ്യഫലം രാവിലെ 8:30-നും പൂർണ്ണഫലം ഉച്ചയോടെയും ലഭ്യമാകും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിച്ച് കോടതി. എന്നാൽ വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി. അതുപ്രകാരം 1ാം പ്രതി പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ എന്നിവർ 13 വർഷവും 3ാം പ്രതി മണികണ്ഠൻ, 4ാം പ്രതി വിജീഷ് എന്നിവർക്ക് 16 വർഷവും 6 മാസവും 5ഉം 6ഉം പ്രതികളായ സലീം, പ്രദീപ് എന്നിവർക്ക് 18 വർഷവുമാണ് ഇനി ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രതികളും 40 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണെന്നും കോടതി നിരീക്ഷിച്ചു. ജീവപര്യന്തം ആർക്കുമില്ല. 6 പ്രതികളെയും വിയ്യൂർ ജയിലിലേക്ക് മാറ്റും. 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും അതിജീവിതയുടെ മോതിരം തിരികെ നൽകണമെന്നും കോടതി വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ സ്വകാര്യത ഉറപ്പാക്കണമെന്നും സുരക്ഷിതമായ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നും അന്വേഷണ സംഘത്തോട് കോടതി പറഞ്ഞിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ കൂട്ടബലാത്സംഗ കുറ്റം തെളിഞ്ഞതിന് പിന്നാലെ ശിക്ഷിക്കപ്പെട്ട 6 പേരിൽ ആദ്യം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക 1ാം പ്രതി പൾസർ സുനി, 6ാം പ്രതി പ്രദീപാണ് അവസാനമായി പുറത്തിറങ്ങുക. വിചാരണ തടവുകാരായി എല്ലാ പ്രതികളും ജയിലിൽ കഴിഞ്ഞതിനാൽ ഈ തടവുകാലം ശിക്ഷാവിധിയിൽ നിന്ന് ഇളവ് ചെയ്തിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധിയോട് പ്രതികരിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ, പരിപൂർണ നീതി കിട്ടിയില്ലെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ശിക്ഷാവിധിയെന്നും അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞു. പ്രോസിക്യൂഷന് ഒരു തിരിച്ചടിയുമില്ലെന്നും അപ്പീൽ നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും ശിക്ഷയിൽ നിരാശനാണെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. ഇപ്പോൾ പ്രഖ്യാപിച്ച ശിക്ഷ കോടതിയുടെ ഔദാര്യമല്ലെന്നും പ്രോസിക്യൂഷന്റെ അവകാശമാണെന്നും വിചാരണയ്ക്കിടയിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയേണ്ട സ്ഥലങ്ങളിൽ പറയുമെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിയിൽ പ്രതികരിച്ച് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ, കേസിലെ ഗൂഢാലോചന തെളിയണമെന്നും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും കേസിന്റെ തുടക്കം മുതൽ മഞ്ജു വാര്യർ പറഞ്ഞത് ഗൂഢാലോചന ഉണ്ടെന്നാണെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയതും അതാണെന്നും 1ാം പ്രതിയും അതാണ് പറഞ്ഞതെന്നും പ്രേംകുമാർ പറഞ്ഞു. അതിജീവിതയും കൊട്ടേഷൻ നടന്നു എന്നാണ് പറഞ്ഞതെന്നും കൊട്ടേഷനെങ്കിൽ അതിൽ ഗൂഢാലോചന ഉണ്ടാകുമല്ലോ എന്നും ആരാണ് ഗൂഢാലോചന നടത്തിയതെന്ന് അറിയണമെന്നും പ്രേംകുമാർ പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 6 പ്രതികളുടെ ശിക്ഷാവിധി പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. ഇത്രയും വലിയ പ്രമാദമായ കേസിൽ നൽകിയ ശിക്ഷയിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിച്ച് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഇത്രയും നാൾ പോരാടിയ അതിജീവിതയ്ക്ക് അതിനുള്ള മറുപടി പോലും കോടതിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന് ഉമാ തോമസ് MLA. സെൻസേഷണൽ കേസിൽ വിധി വരുമ്പോൾ സമൂഹത്തിന് ഒരു സന്ദേശം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നും ഉമാ തോമസ് MLA കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ പാസ്പോർട്ട് സ്ഥിരമായി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപ് കോടതിയിൽ അപേക്ഷ നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ദിലീപ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്.
നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിന് ജാമ്യം ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധിയോട് പ്രതികരിച്ച് നിയമമന്ത്രി പി രാജീവ്. മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. വിധിയുടെ പൂർണ്ണ ഭാഗം കിട്ടിയിട്ടില്ല, നല്ല വിധിയായിട്ടാണ് തോന്നുന്നത്. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമുള്ള അംഗീകാരമാണ് വിധി. വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി രാജീവ് കൂട്ടിച്ചേർത്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരിച്ച് താരസംഘടനയായ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ. സംഘടന അതിജീവിതയ്ക്കൊപ്പമാണെന്നും പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ പോരാ എന്നും അപ്പീൽ പോകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും ശ്വേത പ്രതികരിച്ചു. കൂടാതെ ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അമ്മയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ശ്വേത വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധിക്ക് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. പെണ്ണിന്റെ മാനത്തിന് 5 ലക്ഷം രൂപയാണോ വിലയെന്ന് ഭാഗ്യലക്ഷ്മി ചോദിച്ചു. ഇതെന്ത് രാജ്യമാണെന്ന് തോന്നിപ്പോകുന്നുവെന്നും നിയമത്തിന് മുന്നിൽ ഇത് ചെയ്തവരെല്ലാവരും നിഷ്കളങ്കരും അവൾ വലിയ കുറ്റക്കാരിയുമെന്ന പോലെയാണെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. കുട്ടികളോട് കുറുമ്പ് കാണിക്കരുതെന്ന് പറഞ്ഞ് ശാസിക്കുന്നത് പോലെയാണ് വിധി കേട്ടിട്ട് തോന്നുന്നതെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവാളികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ പ്രതീക്ഷിച്ചുവെന്ന് സംവിധായകൻ കമൽ. പരമാവധി ശിക്ഷ ആർക്കും ലഭിച്ചില്ല, നീതി നടപ്പായിട്ടില്ലെന്നും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കമൽ പറഞ്ഞു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. 8 ദിവസം നീണ്ടുനിൽക്കുന്ന ചലച്ചിത്രമേള ഡിസംബർ 19-ന് സമാപിക്കും. 2027 സെൻസസിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 11,718 കോടി രൂപ ചെലവിൽ സെൻസസ് നടത്താനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 2027 മാർച്ച് 1 ആയിരിക്കും സെൻസസിനുള്ള റഫറൻസ് തീയതി. വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നത് 2026 ഏപ്രിലിൽ തുടങ്ങും. ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരി 2027-ന് നടക്കും. മാർച്ച് 1-നും 5-നും ഇടയ്ക്ക് ഇതിന്റെ പരിശോധന നടക്കും. ജാതി സെൻസസും 2027 സെൻസസിനൊപ്പം നടത്താൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി സ്വീകരിച്ച കോടതി പോലീസിനോട് തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം നൽകി. വനിതാ ചലച്ചിത്ര പ്രവർത്തകയാണ് മുൻ MLA കൂടിയായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയത്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയില്ല. SITയുടെ ഈഞ്ചക്കൽ ഓഫീസിൽ മൊഴി നൽകാൻ ഹാജരാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഹരിപ്പാട് മണ്ഡലത്തിൽ വൈകുന്നേരത്തോടെ എത്താനുള്ളതിനാൽ മൊഴി നൽകാനുള്ള അസൌകര്യം ഉച്ചയോടെ അറിയിക്കുകയായിരുന്നു. 2 ദിവസം മുൻപ് രമേശ് ചെന്നിത്തല ഹാജരാകാമെന്ന് അറിയിച്ചുവെങ്കിലും SP ശശിധരന് അസൌകര്യമായതിനാൽ അന്നും മാറിയിരുന്നു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും ക്രൂരമായി മർദ്ദിച്ച മുഖംമൂടി സംഘം. CPM പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ബൂത്ത് ഏജന്റുമാർക്കും അതുപോലെ സ്ഥാനാർത്ഥികൾക്ക് നേരെയും CPMന്റെ അതിക്രമങ്ങളുണ്ടായി എന്ന പരാതി പുറത്തുവന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുൾപ്പെടുന്ന വേങ്ങാട് പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയെയും പ്രവർത്തകരെയും ആക്രമിച്ച CPMകാരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും നാട്ടിൽ കോൺഗ്രസുകാർക്കെതിരെ അക്രമം തുടരാനാണ് തീരുമാനമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളവോട്ടും അക്രമവും നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും CPMന്റെ ജനാധിപത്യ ധ്വംസനങ്ങൾക്ക് ഒരുപറ്റം പോലീസ് ഉദ്യോഗസ്ഥരും ചില സർക്കാർ ജീവനക്കാരും കൂട്ടുനിൽക്കുകയാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 ബലാത്സംഗ കേസുകൾ അന്വേഷിക്കാൻ ഒറ്റ സംഘം.
2 കേസുകളും SP ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിച്ചിരുന്ന ആദ്യ കേസും SP പൂങ്കുഴലിക്ക് കൈമാറി. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ച പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്തിയെന്നാണ് ആദ്യ കേസ്. ഈ കേസാണ് പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കൈമാറിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. നടൻ വിജയുടെ റാലിയിലുണ്ടായ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ മദ്രാസ് ഹൈക്കോടതി നടപടികളിൽ സംശയമുന്നയിച്ച് സുപ്രീംകോടതി. കേസുകൾ ലിസ്റ്റ് ചെയ്യുന്നതിലും വാദം കേൾക്കുന്നതിലും മദ്രാസ് ഹൈക്കോടതിയിൽ തെറ്റായി എന്തോ സംഭവിക്കുന്നെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തമിഴക വെട്രിക്കഴകം പ്രമേയം പാസാക്കി. വിജയുടെ നേതൃത്വത്തെ പിന്തുണയ്ക്കാൻ തയ്യാറുള്ള പാർട്ടികളെ സഖ്യത്തിലേക്ക് ക്ഷണിക്കാനും തമിഴക വെട്രിക്കഴകം തീരുമാനിച്ചു. വ്യാഴാഴ്ച ചേർന്ന TVKയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ സെക്രട്ടറിമാരുടെയും യോഗത്തിലാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. വിമാന ടിക്കറ്റ് നിരക്കുകൾക്ക് വർഷം മുഴുവനും പരിധി ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. സീസൺ അനുസരിച്ച് ടിക്കറ്റ് ഡിമാൻഡിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണം നിരക്ക് പരിധി നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രധാനപ്പെട്ട ഉത്സവ സീസണുകളിൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർത്തുന്നതിനെതിരെ ഉയരുന്ന ആശങ്കകൾക്കിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഗോവയിലെ നിശ ക്ലബിൽ തീപിടുത്തമുണ്ടായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചല്ലെന്നും ബെല്ലി ഡാൻസിനിടെ ഉപയോഗിച്ച കരിമരുന്നുകളാണ് തീ പടർത്തിയതെന്നും അന്വേഷണ റിപ്പോർട്ട്. ബെല്ലി ഡാൻസ് നടത്തിയവരാണ് പ്രതികളെന്നും തങ്ങൾക്ക് പങ്കില്ലെന്നും കാണിച്ച് പിടിയിലായ പ്രതികൾ കോടതിയെ സമീപിച്ചു. അതേസമയം ഗോവ പോലീസ് ഉടൻ CBIയുടെ സഹായത്തോടെ തായ്ലൻഡിലെത്തി പ്രതികളായ ഉടമകളെ കസ്റ്റഡിയിലെടുക്കും. കേന്ദ്രമന്ത്രിമാർ ആരും സഭയിലെത്താത്തതിനാൽ ഇന്നലെ രാജ്യസഭ രാവിലെ തടസ്സപ്പെട്ടു. പാർലമെന്റിലെ ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കി ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് പിന്നാലെ സഭ ചട്ടപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർ ആരും സഭയിലെത്തിയില്ലെന്ന് വ്യക്തമായത്. പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെ ഉപരാഷ്ട്രപതി ഒരു സഹമന്ത്രിയോട് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയോട് സഭയിലെത്താൻ പറയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷം ക്യാബിനറ്റ് മന്ത്രിയില്ലാതെ സഭാ നടപടി ചേരാൻ പാടില്ലെന്ന് ആവശ്യപ്പെട്ടതോടെ സഭ നിർത്തിവച്ചു. പ്രശസ്ത ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ഗുവാഹത്തിയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സുബീന്റെ സിംഗപ്പൂരിലെ പരിപാടി സംഘാടകൻ ശ്യാംകാനു മഹന്ത, മാനേജർ സിദ്ധാർത്ഥ ശർമ്മ, ബാൻഡ് അംഗങ്ങളായ ശേഖർ ജ്യോതി ഗോസ്വാമി, അമൃത് പ്രഭ മഹന്ത എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കാനഡയിലെ മിസിസാഗയിലെ വിവിധ മെഡിക്കൽ ക്ലിനിക്കുകളിലെ വനിതാ ഡോക്ടർമാർക്കും വനിതാ ജീവനക്കാർക്കും മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്നാരോപിച്ച് 25 വയസ്സുള്ള ഇന്ത്യൻ വംശജനായ വൈഭവ് എന്ന യുവാവിനെ പീൽ റീജിയണൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഇത്തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയതായി പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതിയായ വൈഭവ് വ്യാജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നടിച്ചാണ് ക്ലിനിക്കുകളിൽ എത്തിയിരുന്നത്. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലിലെ കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. ഡൊണാൾഡ് ട്രംപ്, ബിൽ ക്ലിന്റൺ, ട്രംപിന്റെ മുൻ ഉപദേശകൻ സ്റ്റീവ് ബാനൻ, ബിൽ ഗേറ്റ്സ്, റിച്ചാർഡ് ബ്രാൻസൺ, നടൻ വൂഡി അലൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് വെള്ളിയാഴ്ച പുറത്തുവന്നത്. ഹൌസ് ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റുകളാണ് 19 ചിത്രങ്ങൾ പുറത്തുവിട്ടത്. പുറത്തുവന്ന ചിത്രങ്ങളിൽ 3 എണ്ണത്തിലാണ് ട്രംപിനെ കാണാൻ സാധിക്കുന്നത്. ഏതാനും സ്ത്രീകൾക്കൊപ്പമുള്ള ട്രംപിന്റെ ചിത്രവും എപ്സ്റ്റീനൊപ്പം ഒരു സ്ത്രീയോട് ട്രംപ് സംസാരിക്കുന്നതിന്റെ ചിത്രവും പുറത്തുവന്നവയിലുണ്ട്. ബിൽഗേറ്റ്സിന്റെ 2 ചിത്രമാണ് പുറത്തുവന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.